ഒരു മീഡിയം 4 മാങ്ങയാണ് ഇപ്പോൾ അരിഞ്ഞ് വെച്ചേക്കുന്നത്. കണ്ടില്ലേ, കറക്റ്റ് ഒരു 400 ഗ്രാം, 1/2 കിലോ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അളന്ന് നോക്കിയതുപോലെ 400 ഗ്രാം ഉണ്ട്. ഒരു 4 മീഡിയം സൈസ് മാങ്ങയാണ് എടുത്തേക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്തതായിട്ട് ഇതുപോലെ കടുകാണെങ്കിൽ ചെറുതായിട്ട് സ്പ്ലിറ്റ് മസ്റ്റർഡ്സ് കിട്ടുവാണെങ്കിൽ അതിടാം. പക്ഷെ ഞാനെപ്പോഴും ചെയ്യുന്ന സമയത്ത് തന്നെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നല്ലൊരു ഗുണമാണല്ലോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇത് ചതച്ചെടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചോപ്പറിലാണ് ഞാൻ ചതക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചതഞ്ഞ് കിട്ടും. ഇതുപോലെയുള്ള ചോപ്പറിലാണ് ചതച്ചെടുക്കുന്നത്. മിക്സിയിൽ അരച്ച് കഴിഞ്ഞാൽ അരഞ്ഞു പോകും. അങ്ങനെ മിക്സിയിൽ ചെയ്യാൻ നോക്കണ്ട. അതുപോലെ തന്നെ കല്ലുണ്ടെങ്കിൽ അതിലിട്ടാണെങ്കിലും നമുക്ക് ചതച്ചെടുക്കാം, വൃത്തിയായിട്ട് ചതച്ചെടുക്കാം. പൊടിച്ച് കഴിഞ്ഞ് 3 ടീസ്പൂണ് മസ്റ്റർഡ്സ് ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പാണ്. നമുക്ക് ഉപ്പിട്ട് വയ്ക്കാം. ഇതൊരു 2 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് മാറ്റി വയ്ക്കാം, സമയമുണ്ടെങ്കിൽ. അല്ലാതെ നേരിട്ടും ഇടാം. പക്ഷേ ഇതൊന്ന് മാറ്റി വയ്ക്കുമ്പോഴത്തേന് നല്ല രീതിയിൽ നമുക്കായി കിട്ടും. ഞാനിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കുകയാണ്. അങ്ങനെ നമ്മുടെ മാങ്ങ അരിഞ്ഞത്, ഉപ്പും കടുക് ചതച്ചതൂടെ ഇട്ടത് ഞാനിപ്പോൾ അത് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി അച്ചാറിടാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇതിനകത്ത് കണ്ടില്ലേ, ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. നമ്മളിപ്പോൾ ഉപ്പൊക്കെ പുരട്ടി വെച്ചതുകൊണ്ട് അതിൻ്റെ വെള്ളം ഇറങ്ങും, കണ്ടില്ലേ. അപ്പോൾ ഈ വെള്ളം നമുക്കിതിനകത്തൊന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ വെള്ളം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാം എന്തിനാണെന്ന് സെപ്പറേറ്റ് ചെയ്തത്. ഒരു 5 വെളുത്തുള്ളി ഞാനിത് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, ചെറിയ കഷ്ണമല്ല, ഒരു മീഡിയം ടൈപ്പ്, ഏകദേശം ഇത്രയും വലുപ്പമുള്ളൊരു ഇഞ്ചിയാണ് ഞാനിത് എടുത്തേക്കുന്നത്. അതും ഞാനിത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പില കണ്ടില്ലേ, കറിവേപ്പില നന്നായി കഴുകിയിട്ട്, ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയിട്ട് ടിഷ്യൂ പേപ്പറിലെല്ലാം തുടച്ച് ഡ്രൈ ആക്കി വെച്ചേക്കുകയാണ്. ഒട്ടും വെള്ളമയം പാടില്ല. ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും എല്ലാം ഇതുപോലെ നമ്മളെല്ലാം പ്രിപ്പയർഡ് ആക്കി വെച്ചിട്ടാണ് നമ്മളിപ്പോൾ അച്ചാറിടാൻ തുടങ്ങുന്നത്. ബാക്കി പൊടികളൊക്കെ ഞാൻ ഇടുമ്പോൾ പറയാം. 3 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ കടുക് ഇടുകയാണ്. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി, ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. 2 വറ്റൽമുളക്, ചെറിയ 2 വറ്റൽമുളക്. വറ്റൽമുളക് നമ്മൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാറിട്ട് വെക്കുമ്പോഴത്തേന് ഈ വറ്റൽമുളക് അതിലങ്ങ് നന്നായിട്ട് പിടിക്കും. നല്ല ടേസ്റ്റ്, അത് ആ അച്ചാർ നല്ല രുചിയാണ്. ഇനി ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ടല്ലോ, അത് എരിയുള്ള പച്ചമുളക് തന്നെയാണ്. കാരണം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ അച്ചാറുകൾക്ക് അത്യാവശ്യം എരി വേണമല്ലോ, അതുകൊണ്ടാണ് ഞാനിത് എടുത്തേക്കുന്നത്. നിങ്ങൾ എരിയുള്ള മുളക് പൊടി എടുക്കുന്നെങ്കിൽ നിങ്ങൾ പച്ചമുളകിൻ്റെ അളവ് കുറയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം ഇത് ഒന്ന് മൂത്ത് വരണം, കാരണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കേടായി പോകും. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നമ്മൾ കറിവേപ്പിലയൊക്കെ ഒന്ന് മൂക്കണം. അപ്പോഴേ അച്ചാറുകൾ നമ്മൾ കുറച്ച് ദിവസങ്ങളെങ്കിലും വെച്ചേക്കുമല്ലോ. അപ്പോൾ അത് നല്ല രീതിയിൽ ഇരിക്കണമെങ്കിൽ നമ്മൾ ഈ വഴട്ടുന്ന സാധനങ്ങൾ നന്നായിട്ട് മൂത്ത് വരണം. ഒത്തിരി കരിഞ്ഞു പോകുകയല്ല, നല്ലൊരു ചുമക്കുന്ന രീതിയിൽ അരി വരണം. ഇത് ഏകദേശം ചുമന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു ഇതിൽ മതി. ഇനി ആണെങ്കിൽ ഒരുപാടങ്ങ് മൂത്ത് അങ്ങ് ചുങ്ങിപ്പോകും, അത് വേണ്ട, ഇത്രയും മതിയാവും. ഈ ഒരു പരുവത്തിനാകുമ്പോഴേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾ തീ നല്ലതായിട്ട് കുറച്ച് വെക്കുകയോ ഓഫ് ചെയ്ത് വെക്കുകയോ ചെയ്യുക, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ വളരെ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഞാൻ പൊടികളൊക്കെ അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എളുപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് കായം, ഒരു 1/4 ടീസ്പൂണോളം മതിയാവും. കാരണം നമ്മൾ മാങ്ങ അരിഞ്ഞ് വെച്ചേക്കുന്നത് കുറവാണ്. നമ്മൾ 1 കിലോ മാങ്ങയൊന്നും എടുത്തിട്ടില്ല. അപ്പം നിങ്ങൾ ആ അളവുകൾ ശ്രദ്ധിക്കുക. ഞാൻ എന്തുകൊണ്ട് ഈ പൊടികളൊക്കെ വളരെ കുറച്ച് ചേർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാങ്ങ ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. നല്ല മണം വരുന്നുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മാങ്ങയുടെ
മാങ്ങയിൽ നിന്ന് വന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ വെള്ളം എന്ന് പറഞ്ഞാൽ ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെള്ളമാണ്. അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല. നമ്മളിതിനകത്ത് വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ മാങ്ങ ഇട്ടിട്ട് ഇളക്കുമ്പോൾ ഒരുപാട് ഡ്രൈ ആകാതിരിക്കാനായിട്ടാണ് ഞാൻ ഈ മാങ്ങയിൽ നിന്ന് വന്ന് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ വെള്ളം ഒന്ന് അല്ലെങ്കിൽ മാങ്ങ ചേർക്കുന്നതിനോടൊപ്പം ആ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതങ്ങ് വെന്ത് പോകും. മാങ്ങ അങ്ങ് വെന്ത് നമുക്ക് ആ കടുമാങ്ങയുടെ ഒരു രുചി കിട്ടില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മാങ്ങ ഇളക്കുന്നതിനോടൊപ്പമോ അത് കഴിഞ്ഞിട്ടോ അല്ല വെള്ളം ചേർക്കേണ്ടത്. വെള്ളം ചേർത്തിട്ട് ആ വെള്ളം ഒന്ന് തിളയ്ക്കണം. തിളച്ചൊന്ന് പറ്റിതാ ഇതുപോലെ ഒന്ന് ഈ എണ്ണ തെളിയുന്ന പോലെ നമ്മളൊന്ന് ആക്കിയെടുക്കുക. അപ്പോഴാണത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. കണ്ടില്ലേ, ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്നത് കണ്ടില്ലേ, ആ ഒരു രീതിയിലാവണം കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കറക്റ്റായിട്ട് മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മതിയാവും. ഇനിയിപ്പോൾ ഒരുപാട് തീയിലിട്ടിട്ട് ഒരുപാട് ഇളക്കിക്കൊണ്ടിരിക്കരുത്. മാങ്ങ അങ്ങ് വെന്ത് പോകും. നമ്മളിപ്പോൾ അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ. അപ്പോൾ ഞാൻ നോക്കി, അപ്പോൾ എരിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുപ്പിയിലോട്ട് നല്ല ഉണങ്ങിയ കുപ്പിയിലോട്ട് തന്നെ മാറ്റണം. ഗ്ലാസ് ജാറിലോട്ട് മാറ്റണം. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഉപ്പ് താഴോട്ട് അങ്ങനെ ദിവസങ്ങളിരിക്കും തോറും പിടിച്ചുകൊണ്ടിരിക്കും. കുറച്ച് ദിവസം വെച്ചിട്ട് പിന്നെ അച്ചാർ എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ വറ്റൽമുളകൊക്കെ കിടക്കുമ്പോൾ ഈ അച്ചാറിന് നല്ല ടേസ്റ്റാണ്. അത് ഇരുന്ന് കുറച്ച് ദിവസം ഇരിക്കുന്തോറും വറ്റൽമുളക് അതിനകത്തുനിന്ന് നല്ല എന്താ പറയുക, അതുമായിട്ടൊന്ന് ചേരും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ. ഇങ്ങനെ അച്ചാർ ഇടുക. ഇത് സാധാരണ സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ വിനാഗിരി ഒന്നും ആഡ് ചെയ്യണ്ട. കാരണം ഇതിനാവശ്യത്തിന് പുളിയുണ്ട്. അപ്പോൾ ഓവറായിട്ട് പുളിയുടെ ആവശ്യമില്ല ഇതിനാണ്. പിന്നെ മാങ്ങ തീരെ പുളി ഇല്ലാത്തതാണ് നിങ്ങൾ വിനാഗിരി ചേർക്കാം. പിന്നെ വിനാഗിരി ചേർക്കുമ്പോൾ കുറച്ച് ദിവസം ഒരുപാട് നാൾ വെച്ചേക്കാനാണ് വിനാഗിരി ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് അളവിൽ മാങ്ങ എടുത്തിട്ടുള്ളൂ, കണ്ടില്ലേ. അപ്പോൾ ഇതിന് വിനാഗിരിയുടെ ആവശ്യമില്ല. ഇത് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തീരാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ തന്നെ ട്രൈ ചെയ്തൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും. ഇതിന് മുകളിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ഉപ്പിട്ടത് ഒരുപാടാണെങ്കിൽ നിങ്ങളിതിങ്ങനെ ചെയ്യേണ്ട. പക്ഷേ എൻ്റെ ഒരു ആവശ്യത്തിനുള്ള അളവേ ഉള്ളൂ. ഉപ്പ് കുറവാണെങ്കിലോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളിങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ എന്നിട്ട് ഈ 2 ദിവസം ഇങ്ങനെ അടച്ചിരിക്കാം. എന്നിട്ട് 2 ദിവസം കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഒരു നല്ലൊരു സ്പൂണൊക്കെ ഇട്ടിട്ട്, ഉണങ്ങിയ സ്പൂൺ ഇട്ടിട്ട് നിങ്ങളിത് ഒന്ന് ഇളക്കിയിട്ട് ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണിത്. ഇതിനകത്ത് വറ്റൽമുളക്, പച്ചമുളക് എല്ലാം അതിരുന്ന് പിടിച്ചോളും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയും നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് ഞങ്ങൾക്ക് വളരെ സന്തോഷം, നല്ല ഹെൽപ്ഫുള്ളാണ്. വീണ്ടും പുതിയ വീഡിയോയുമായി ഞങ്ങൾ ഉടൻ വരുന്നതാണ്. അതൊരു ബൈ ഫ്രം J&J ഫുഡ് വേൾഡ്.